എടുത്തിട്ട് നിർത്തിയാൽ മതി എന്നാണ്. ഇസയുടെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് എല്ലാരും കമന്റ് ചെയ്യണേ. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ചാനല് കൊച്ചു മുതലാളി ഫാൻസിനെ എല്ലാവരും താഴെ കമന്റ് ചെയ്യുക. ഫാൻസ് കമന്റ് ചെയ്യോ? നല്ല വെട്ട്. ബെൽ ബട്ടൺ. റംബൂട്ടാൻ ദിവസമാണ്. പല്ല് തേക്കുന്ന മുമ്പേ റംബൂട്ടാനാണ് എല്ലാവരുടെയും കയ്യിൽ. കണ്ടില്ലേ കേസ്? തുണിയുടെ ഒളിച്ചിരിക്കുന്നു. രാവിലെ 12 മണിക്കാണ് കേസ് അടിച്ചത്. എത്ര മണിയാ അയച്ചു? 12 മണി. എപ്പ കിടന്നത് അയച്ചു? 2 മണിക്കല്ലേ, 3 മണി. നീ 4 മണിക്കാ കിടന്നത്. ഈ കൂട്ടത്തിൽ ഒരേ ഒരു കള്ളനെ ഉള്ളു കേസ്. ഇവൻ രാവിലെ എണീച്ച് ലഞ്ചും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ചായയും കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ചീറ്റിങ്. നമ്മള് ബാക്കി അവളും ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും സത്യസന്ധരായ ആൾക്കാരാണ് ഗൈസ്. നമുക്ക് രാവിലെ റംബൂട്ടാൻ ഫ്രഷ് ഫ്രം ദ ഗാർഡൻ. ഗൈസ്, റംബൂട്ടാൻ മാത്രമുള്ള ഗാർഡൻ ആണ്. ഐഷു ഇവിടുത്തെ റംബൂട്ടാനെ കുറിച്ച് 2 വാക്ക്. ഞാൻ പറയാ, നല്ല സൂപ്പർ റംബൂട്ടാനാണ്. ഇതിനകത്ത് ഇപ്പൊ പഴുത്തതേ ഉള്ളു, അതുകൊണ്ടാണ് ഇപ്പൊ പറിച്ചത്. ഇനി ക്യാമറയ്ക്ക് അകത്ത് കയറി വരണ്ട, അവിടെ നിന്ന് പറഞ്ഞാൽ മതി. നീ ഐഷു, എനിക്കൊന്നുമില്ല. എഴുത്താവൂര് ഇങ്ങനെ റംബൂട്ടാനുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇഷ്ടം. ആണ്. നല്ല ടേസ്റ്റ് ആണ്. തരാം. ഓക്കെ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ചാനല് ബെൽ ബട്ടൺ. ഓക്കെ. എസ്എമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ റംബൂട്ടാനെ കുറിച്ച്? റംബൂട്ടാൻ അടിപൊളിയാണെന്ന് പറയൂ. റംബൂട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഭംഗി ആസ്വദിക്കുകയാണ്. കൊള്ളാമോ റംബൂട്ടാൻ? കൊള്ളാമോ? റംബൂട്ടാൻ കൊള്ളാമോ എസ്എമ്മ? കൊള്ളാമോ? കൊള്ളാം. അടിപൊളിയാണെന്നാണ് എസ്എമ്മ പറയുന്നത്. അടിപൊളിയാണോ? ഉച്ചയായി ഗൈസ്. ഉച്ചയ്ക്ക് സമയം 12 ആവാൻ പോകുന്നേ ഉള്ളൂ. 11:58. എല്ലാരും ഉറക്കണിച്ചിരിക്കുന്നു. ഞാൻ പല്ല് തേക്കാതെ റംബൂട്ടാനും കഴിച്ചു. ഇവിടെ പായസം ബിരിയാണി വെക്കാൻ പോവേണ്. ഹോട്ടലിന്റെ പേരെന്താണ്? ബർക്കത്ത് ഹോട്ടലില് ബിരിയാണിക്കുള്ള സാധനങ്ങളാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വെജിറ്റബിൾ രാവിലെ അല്ല, ഉച്ച ആയപ്പോ വാപ്പമ്മ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ് പറ വാപ്പമ്മ. ഹായ് പറ. ഹായ്. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഗൈസ്, പായസം. ഇത് ഹോട്ടലിലൊക്കെയുള്ള പായസമാണ്. ഇതിൽ ഒന്നുമില്ല ഗൈസ്, കാലിയാണ്. നമ്മൾ ഖത്തർ ബോയ് പേരെന്താണ്? വാട്ട്സ് യുവർ നെയിം? ആശാൻ സേ ഹായ്. കടയിലെ ബിരിയാണി പാക്കിംഗ് ആണ്. കൊച്ചു മുതലാളി കടയിൽ രാവിലെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് ഗൈസ്. കൊച്ചു മുതലാളി, കടയിൽ കച്ചവടം ഉണ്ടോ രാവിലെ? ഇല്ലേ? കച്ചവടം ഇല്ലേ? ഇല്ല. കച്ചവടം ഇല്ലാന്ന്. രാവിലെ കച്ചവടം ഇല്ലെന്നാണ് കൊച്ചു മുതലാളി പറയുന്നത്. എന്തോ എനിക്കറിഞ്ഞൂടാന്ന്. എനിക്ക് നല്ല കച്ചവടം. നമുക്ക് ബിരിയാണി പാക്കിംഗ്. ഇല്ല, നല്ല ഫ്രഷ് ബിരിയാണി. എത്ര രൂപയാണോ മാമ ബിരിയാണി? 80 രൂപ. എത്ര രൂപയാണ്? 80 രൂപ. 80 രൂപയുടെ ബിരിയാണി നിങ്ങൾ കാണണം. നിങ്ങൾക്കൊക്കെ
അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഇത് കല്ലമ്പലത്ത് നിന്ന് പള്ളിക്ക് പോണ റോഡിലല്ലേ? കല്ലമ്പലം പള്ളിക്ക് പോണ റോഡ്, വെള്ളൂർക്കോണം പള്ളിയുടെ അടുത്തുള്ള കടയാണ്. ബർക്കത്താണ്. നിങ്ങളിത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ബർക്കത്ത് വീട്ടിൽ വരും. ബർക്കത്തായിട്ടാണ് കൊടുക്കണത്. ആ ഇവിടെ എന്നെ കാണിക്കാൻ പറയാണ് വ്ളോഗില്. നിന്നെ മാത്രം കാണിച്ചാൽ മതി എപ്പോഴും. ഇസുമാ കടയിലെ ഫ്രണ്ട് പോയി എടുക്കാം. റോഡ് സൈഡ് ഇതാണ് നമ്മളെ കട. ബർക്കത്ത് ബേക്കറി, ഫ്രഷ് ജ്യൂസ്, ഷാർജ ഷേക്ക്, പായസം. ഇപ്പൊ സമയം 12:20. പായസമൊക്കെ ഉണ്ട് ഇവിടെ. പായസമുണ്ട്. ബിരിയാണി അവിടെ പാക്കിങ്ങിലാണ്. പായസം എത്രയാണ് വില? പായസം ഈ ടിന്നിന് 50 ഉള്ളു ഗൈസ്. എന്തുകൊണ്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടും വർത്തായിട്ടുള്ള സാധനമാണ്. കൊച്ചുമുതലാളി കച്ചവടം പ്രകൃതിയായിട്ട് നടത്തുന്നുണ്ട്. അവളുടെ ഭാഗത്തു നിന്നുള്ള കച്ചവടമാണ് അവൾ നടത്തിക്കൊണ്ടിരിക്കണ. കമന്റ് ചെയ്യണേ. എസ പുതിയ ഹെയർ സ്റ്റൈലാണ്. ഹെയർ കാണിച്ചേ സുമ. മുടി കാണിച്ചു കൊടുത്തേ. മുടി എങ്ങനെ വെട്ടിയെന്ന് കാണിച്ചു കൊടുത്തേ. തിരിഞ്ഞെന്ന് കാണിക്ക്. മുടി എങ്ങനെ വെട്ടിയെന്ന് കാണിച്ചു കൊടുത്തേ. കാണിക്കൂലേ? ബിരിയാണി പാക്ക് ചെയ്ത്, ബിരിയാണിന്റെ കൂടെ ഒരു അച്ചാറുണ്ട്, സാലഡ് ഉണ്ട്. ഒരു 80 രൂപ ഗൈസ്. ഹൈലൈറ്റ് ആണ്. 80 രൂപയ്ക്കാണ് നമ്മൾ ഫ്രഷ് ബിരിയാണി, ചിക്കൻ കറി, ചാറ്, സാലഡ്, ചിക്കൻ ബിരിയാണി. എസയുടെ പുതിയ ഹെയർ സ്റ്റൈൽ കമന്റ് ചെയ്യണേ. എസ ഹെയർ സ്റ്റൈൽ കാണിച്ചേ. എസ എങ്ങ് വന്നേ. എസയുടെ മുടി കാണിച്ചേ. മുടി കാണിക്കും. ഇങ്ങനെ കാണിച്ചു കൊടുത്തേ. വീഡിയോയിൽ കാണിച്ചു കൊടുത്തേ. കാണിക്കൂലേ? കാണിച്ചുകൂടെ? അപ്പൊ എല്ലാരും അടിപൊളിയാണെന്ന് പറയും. ഓക്കെ. അപ്പൊ അതാണ്. ഐശു രാവിലെ കാപ്പി കുടിച്ചാ? 12 മണിക്ക് കാപ്പി വേണ്ട, ഇനി ബിരിയാണി മതിയെന്നാണ് അവള് പറയണത്. ഇനി ചായയിലാണ്. ചായ ഇടുകയാണ്. സാലഡ് പാക്ക് ചെയ്യുന്ന ഷംന മദനി എത്ര കെയർഫുൾ ആയിട്ട് സാലഡ് പാക്ക്. എനിക്കും കിട്ടി ഗൈസ് 12 മണിക്കൊരു ചായ. സാലഡ് പാക്ക് ചെയ്ത് ഒരെണ്ണം, ഒരു പൊതി, ഒരു അച്ചാറ്, ഒരു സാലഡ്, അങ്ങനെയാണ് കൊടുക്കുന്നത് ഗൈസ്. കൊച്ചു മുതലാളി കസേര കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചു മുതലാളിയുടെ കസേര ചൂര്യൽ കസേരയാണ്. കൊച്ചുമുതലാളി റോക്സ്. കൊച്ചു മുതലാളി ഫാൻസ് താഴെ കമന്റ് ചെയ്യുക. കൊച്ചു മുതലാളി ഫാൻസിനെ എല്ലാവരും താഴെ കമന്റ് ചെയ്യുക. ഫാൻസ് കമന്റ് ചെയ്യോ? കമന്റ് ചെയ്യോ? എസാക്ക് ഫാൻസിനെ കിട്ടോ? ഇല്ല. ഫാൻസിനെ ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു മുതലാളിയാണിത്. ചായ കൊള്ളാം. കൊള്ളാം. അല്ലെങ്കിൽ ചായ വേണോ? ചായ വേണോ എസുമ? ചായ വേണ്ടേ? വേണോ? ഇതാ ചായ. ചായ എന്നാ ചൂടാണേ. ഇത് മുതലാളി, ഇത് കൊച്ചു മുതലാളി, ഇത് ഖത്തർ മുതലാളി. അർഷാൻ ഹായ്. എപ്പോഴും വന്ന് ഹായ് മാത്രമേ പറയുള്ളൂ. എന്തെങ്കിലും പറ. എന്തെങ്കിലും ഇംഗ്ലീഷിൽ പറഞ്ഞോ. യെസ് കുട്ടി.
Tell something. Tell something about this shop. Biscuit. Do you love biscuit? Which is your favorite food? Dark fantasy. ഖത്തർ കിട്ടോ ഈ ഡാർക്ക് ഫാന്റസി? കിട്ടോ? ഇല്ല. ഖത്തറിലെ ഏറ്റവും ഏതാണ് നല്ല ബിസ്ക്കറ്റ്? ആ കുടുംബക്കാരെ കൊണ്ട് കട നിറഞ്ഞിരിക്കുകയാണ്. ഇത് കുടുംബ സംഗമം. 2 ബിരിയാണി ഓർഡർ ചെയ്താ വാപ്പമ്മ? 2 ബിരിയാണി, 4 ബിരിയാണി ഓർഡർ ആയി ഇപ്പോൾ തന്നെ. മൊത്തം എത്ര ബിരിയാണി ഉണ്ട്? 15 എണ്ണം. ലിമിറ്റഡ് സ്റ്റോക്കാണ്. വേണോന്നുള്ളവർ പെട്ടെന്ന് വന്നോളണം. ഉച്ച എത്ര മണിയാവും ബിരിയാണി റെഡിയാവും? 12 മണിക്കാണ് ബിരിയാണി റെഡി ആവണം. അപ്പം 15 ബിരിയാണി ഒരു 20 ബിരിയാണിക്ക് കാണുള്ളൂ. അപ്പൊ വേണമെന്നുള്ളവർ പെട്ടെന്ന് വന്ന് മേടിച്ചോളണം. ആ ഓർഡർ അനുസരിച്ച് വെച്ച് കൊടുക്കും. ഇത് എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്താണ് പറയണം. ഈ കൊച്ചു മുതലാളി കട മുടിപ്പിക്കും എന്നാണ് തോന്നുന്നത് ഗൈസ്. രാവിലെ കച്ചവടം നടത്തി പൈസ മേടിച്ച് മുതലാളി പൈസ പെട്ടി ഇടാൻ പോവേണ്. അതാ അടുത്ത പൈസ. മുതലാളി കൊച്ചു മുതലാളി ഇതാ അച്ചപ്പ ബാപ്പുവിന്റെ പൈസ മേടിക്കാൻ. ബിരിയാണിയുടെ പൈസ മേടിച്ചോ. ആ കൈ വെച്ച് മേടിക്കും. ആ ഓക്കെ. കൊച്ചു മുതലാളി പൈസ വാങ്ങിക്കൊണ്ടിടുന്നുണ്ട്. ഓ അടച്ചങ്ങ് വെച്ച് ബാക്കിയില്ലാത്ത കച്ചവടമാണ്. എല്ലാം ലാഭം മാത്രമേ ഉള്ളൂ അവർക്ക്. കച്ചവടം നടത്തി വിജയകരമായി പൂർത്തിയാക്കുകയാണ്. ഡീലിങ്സ് അല്ലെ വീണ്ടും പേഴ്സിൽ ഇട്ട് കൊടുക്കാന്നാണ് പറയണത്. ഏതെങ്കിലും മുതലാളി ഇങ്ങനെ പേഴ്സിൽ പൈസ ഇട്ട് കൊടുക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഇത്രയും ഉത്തരവാദിത്തത്തോടെ കളഞ്ഞു പോകരുത് എന്ന മനസ്സാണ്. ഈ നന്മയുള്ള മനസ്സിനെ നിങ്ങൾ എല്ലാവരും കാണണം. അയ്യോ അടുത്ത കച്ചവടത്തിനായിട്ട് വെയിറ്റിംഗ് ആണ് കസേരയില്. നന്മയുള്ള ലോകമാണ്. ഇനി അടുത്ത കച്ചവടം വരണത് വരെ റെസ്റ്റ് ആണ്. ഓ എന്നെ കസേരയിൽ അവിടെ ഇരുന്നപ്പോ എന്നെ പിടിച്ചിളക്കി അവിടെ നിന്ന് മാറ്റാൻ നോക്കി. പെണ്ണുമ്പിള്ളയാണ് ഈ പെണ്ണുമ്പിള്ള. അല്ലാ കച്ചവടം നടത്തിയ ആളുടെ വീണ്ടും പേഴ്സ് അടിച്ചു മാറ്റാൻ നോക്കുന്ന കൊച്ചു മുതലാളി. ഇനി വണ്ടിക്കൂലി ഇനിയിപ്പോ വേണ്ട. പോയി കാറിൽ പോവാന്നാണ് ഇസ പറയുന്നത്. വണ്ടിക്കൂലി മുടക്കി ബസ്സിൽ പോണ്ട, കാറിൽ പോവാന്നാണ് പറയണത്. അതെ പേഴ്സ് പക്ഷെ ഇവിടെ വെക്കണമെന്നാണ് അവളുടെ തീരുമാനം. പാപ്പമായ കാറിൽ കൊണ്ടുവിടാൻ പോകുന്നു. കൊച്ചു ഡ്രൈവർ ആവാൻ പോവാന്നാണ് തോന്നണത്. അതെ എല്ലാം റെഡി. തട്ടിയാൽ തുറക്കൂ സീസേ. എന്താണ് ബിരിയാണിനെ കുറിച്ചുള്ള അഭിപ്രായം? കണ്ടപ്പോ എന്ത് തോന്നുന്നു? ഹോംലി ടച്ചാണ്. ഇതിൽ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. ആണ്. അതെ സെൽഫായിട്ട് ഇത്രയും കോൺഫിഡൻസ്. ബിരിയാണി പാക്കിംഗ് എത്രണ്ണായി? ഓർഡർ അനുസരിച്ച് 4 എണ്ണം പാക്ക് ചെയ്തിട്ടുണ്ട്. ഡേ കച്ചവടം മുടിപ്പിക്കല്ലേ? ഇതാര് മേടിച്ചെന്ന മിച്ചറ്? പാപ്പച്ചിയാ? കള്ളം പറയണ. അയ്യോ എന്റെ കൊച്ചു പിണങ്ങി ഗായ്സ്. എന്റെ മോള് പിണങ്ങിപ്പോയി ഗായ്സ്. അയ്യോ
പൗഡറാണ് ഗൈസ് എസാര മുഖത്ത്. ലിക്കറില്ലാതെ പറയണം. എന്തൊരു ചെയ്യണം? എടാ അപ്പു കുഞ്ഞരുതാടാ. എന്ത് ചെയ്യണം? തിന്നാനാണോ? തിന്നാ ഇത് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഇത് പൊട്ടിക്കണോ? കുഞ്ഞാന്ന് വിളിച്ചാണ്. അങ്ങനെയല്ല, കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞാന്ന് വിളി. മാമി അയ്യോ ഡേ, നമ്മള് ഉറക്കം എണീറ്റപ്പോഴത്തേക്കും ജോലിക്ക് പോയിട്ട് ആളിങ്ങെത്തി. കണ്ടില്ലേ? ഇച്ചിരി സിമ്പിൾ ആയിട്ടുള്ള ജോലിയാണ്, ഇച്ചിരി നേരം മതി. എന്താണ് പുതിയ ജോലിനെ കുറിച്ചുള്ള അഭിപ്രായം? കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു, ഇഷ്ടപ്പെട്ടെന്നാണ്. കട്ട്ലറ്റിന്റെ പ്രിപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കട്ട്ലറ്റിന് വേണ്ടിട്ട് സവാള അരിയുന്നത് ഞാനാണ് ഗൈസ്. ഹായ്. നല്ല വെട്ടം. നാണമാണ് ഗൈസ്. അതെ അതെ, റിച്ചാക്കൊക്കെ നാണാവുന്നത് എന്നെ ഞാൻ വീഡിയോ എന്താണ് ഇമേജ് കോൺഷ്യസ് ആണെന്നാണ് പറയുന്നത്. എന്നെ ഉൾപ്പെടുത്തല്ല. എന്റെ ഗ്ലാമർ കണ്ട് പിന്നെ ഒന്ന് ബസ് ചെയ്തേ. ചിക്കൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള നമ്മൾ വഴറ്റിയെടുക്കും. ചിക്കൻ വേവിച്ച എണ്ണയിൽ തന്നെ സവാള അങ്ങ് വഴറ്റുക. ഇടയിലത്തേക്കുള്ള വാഴക്കപ്പം, ദെൻ കട്ട്ലറ്റ്, ചിക്കൻ കട്ട്ലറ്റ്, സമൂസയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ളതൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വാരി ഊട്ടുന്ന അമ്മയാണ് ഈ വീട്ടിലെ. അമ്മയല്ല നമ്മള് മാത്രം. ചേട്ടനെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. അതെന്താ അത്രയ്ക്ക് മോശമാണോ? അതല്ല, ഒരു കോളേജ് സ്റ്റുഡന്റിനെ പോലെ. എനിക്ക് എന്നെ പുകഴ്ത്തി പറയണത് എനിക്കത്ര ഇഷ്ടമല്ല. അതെന്താ? എന്താന്നറിയില്ല, ഇപ്പൊ കുറച്ചു കാലമായിട്ട് അങ്ങനെയാ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. എനിക്കിപ്പോ കുറച്ച് ഇഷ്ടം തുടങ്ങി. ഓക്കെ, അച്ഛ കണ്ടില്ലെന്നു. മസാല ദോശ എങ്ങനെയുണ്ട്? മസാല ദോശ സൂപ്പർ, ബെസ്റ്റ് എവർ മസാല ദോശ. ഇത് ഇന്റർനാഷണൽ റിവ്യൂ ആണ് ഗൈസ്, ഖത്തറിൽ നിന്നുള്ള റിവ്യൂ. ഹൗ വാസ് ദോശ? ദോശ ആൻഡ് ഗ്രേറ്റ്. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ട്. ഓക്കെ, പിന്നെ എന്തെങ്കിലും പറയണ്ട? ആണോ? ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫുഡ്? ബിസ്ക്കറ്റും വേണ്ട, ദോശ മതി. ഇവിടെയാണ് ഗൈസ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോഴേക്കും ബൈ ബൈ പറ. ഇഷു സബ്സ്ക്രൈബ് ടു ഏത് യൂട്യൂബ് ചാനൽ പേര്? അപ്പു ടോക്സ്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ ഗൈസ്. ഇവള് പറയുന്നത് ഇവളുടെ വീഡിയോ എടുത്തിട്ട് നിർത്തിയാൽ മതി എന്നാണ്. അപ്പൊ ബൈ ബൈ പറയുന്ന ഉമ്മ പറയൂ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ. അപ്പു ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാ സുമ. പറയൂലേ? ചത്ത പറ ടാറ്റ. ഇങ്ങോട്ട് നോക്ക്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ സുമ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ടാറ്റ പറ. ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ലൈക്ക് ആൻഡ് ഷെയർ. സബ്സ്ക്രൈബ്. Please subscribe ഈ ചാനൽ.
അപ്പു ടോക്സ് പറ. അപ്പു ടോക്സ് പോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മ